നമുക്കിനി പുതിയ ഒരു മെത്തേഡാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ഇത് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഇതൊക്കെ നമ്മൾ രണ്ട് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പുതിയൊരു റിഡംഷൻ മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ എ ഓപ്പൺ മാർക്കറ്റ്. അതായത് നമ്മുടെ സാധാരണ ഓപ്പൺ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിനെ നമ്മൾ തന്നെ, അതായത് കമ്പനി തന്നെ അത് ഓപ്പൺ മാർക്കറ്റിൽ വെച്ച് പർച്ചേസ് ചെയ്യുന്നു. ആ ഒരു മെത്തേഡാണ്. ഓക്കെ, ദ കമ്പനി ക്യാൻ ബൈ ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഫ് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതായത് ആർട്ടിക്കിൾസിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദ കമ്പനി ക്യാൻ പർച്ചേസ് ദയർ ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ എ ഓപ്പൺ മാർക്കറ്റ്. ബട്ട് അത് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമുക്കത് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ, വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് ഹയർ ദാൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് നമ്മുടെ സാധാരണ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിനേക്കാളും കൂടുതലാകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദ കമ്പനി ക്യാൻ പർച്ചേസ് ദെയർ ഓൺ ഡിബഞ്ചേഴ്സ്. ആൻഡ് നെക്സ്റ്റ് സിറ്റുവേഷൻ, when the market price of debentures fall below the face value or redemption price. നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ റിഡംഷൻ പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണെങ്കിൽ ഇതേപോലെ കമ്പനിക്ക് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഫൈനലി വെൻ ദ സഫിഷ്യൻറ്റ് എമൗണ്ട് ഈസ് അവൈലബിൾ ഇൻ എ സർപ്ലസ് ഫണ്ട്. കാരണം കമ്പനി പർച്ചേസ് ചെയ്യുമ്പോൾ കാശ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ആഡിക്വേറ്റ് അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ സർപ്ലസ് എമൗണ്ട് ഉണ്ടായിരിക്കണം. ഈ മൂന്ന് സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിക്ക് റിഡംഷൻ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം, പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ എ ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആ ഡിബഞ്ചേഴ്സ് കമ്പനി തന്നെ പർച്ചേസ് ചെയ്യുന്നു. അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ റിഡംഷനായി വാങ്ങിച്ചു, അതായത് എല്ലാം സെറ്റിൽമെൻറ്റ് നടത്തി കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ, ദ കമ്പനി ഗെറ്റ്സ് പ്രോഫിറ്റ്സ്. ഡെഫിനറ്റ്ലി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അവരുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് വാങ്ങിക്കുമ്പോൾ വേണമെങ്കിൽ പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയത്തിലായിരിക്കും നമ്മൾ റിഡംഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റാണ്. കാരണം അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പോകുന്നില്ല, കമ്പനി തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ അസറ്റിലും ചിന്തിക്കുമ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത്. ഇറ്റ് റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ലോൺ. കാരണം കമ്പനി എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന എല്ലാ ഡിബഞ്ചേഴ്സും കമ്പനി തന്നെ റിഡീം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനി അത് പർച്ചേസ് ചെയ്ത് റിഡംഷൻ നടത്തുമ്പോൾ കമ്പനിയുടെ ആ ഒരു ബർഡൻ, അതായത് ലോണിൻ്റെ, കാരണം ലോണാണ് ഒരു ടൈപ്പ് ലോൺ തന്നെയാണ് നമ്മുടെ ഡെപ്റ്റ്, കാരണം അടച്ചു തീർക്കണം, ഇൻട്രസ്റ്റുകളായിട്ട് നമുക്ക് അടച്ചു തീർക്കണം. അപ്പോൾ അത് നമ്മൾ റിഡംഷൻ നടത്തും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ബേർഡൻ കുറയാണ് കമ്പനിക്ക്. ഇറ്റ് റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് ബേർഡൻ, സെയിം ആ ഒരു മീനിങ് തന്നെ. കാരണം പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കമ്പനി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ എമൗണ്ട് കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ബേർഡൻ കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് ഫൈനലി ഇറ്റ് അവോയ്ഡ് ദ പേയ്മെൻറ്റ് ഓഫ് ദ പ്രീമിയം ഓൺ റിഡംഷൻ. ഇപ്പോൾ റിഡീം ചെയ്യുന്നത് അല്ലെങ്കിൽ റിഡംഷൻ്റെ ടൈമിൽ പ്രീമിയത്തിൽ പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ റിഡീം ചെയ്യാം എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അത്രയും എമൗണ്ട് കമ്പനിക്ക് സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റാണ്. അപ്പോൾ അത് അടയ്ക്കാണ്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇതെന്ന് പറയുന്നത് ഗെയിനാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. രണ്ട് പർപ്പസോട് കൂടിയിട്ടാണ് കമ്പനി അവരുടെ സ്വന്തം ഷെയർസ് ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്നത്. ഒന്ന്, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ, അതായത് ക്യാൻസൽ ചെയ്തായിട്ട് കാണിക്കുക. വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ ക്യാൻസൽഡ് ഇമ്മീഡിയറ്റ്ലി there may be profit to the company. This is because the debentures are purchased from the open market at lower price than value of debentures. അതായത് നമ്മൾ നേരത്തെ സിറ്റുവേഷനിൽ പറഞ്ഞു, അതായത് മാർക്കറ്റിൽ ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രൈസ് കുറയാണെങ്കിൽ കമ്പനി ആ ഒരു ടൈമിൽ തന്നെ അത് പർച്ചേസ് ചെയ്യും. അപ്പോൾ രണ്ട് പർപ്പസോട് കൂടിയിട്ടാണ്. ഒന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ, അതായത് അവിടെ ക്യാൻസൽ ചെയ്തായിട്ട് കാണിക്കും. അല്ലെങ്കിൽ ആ പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഷെയർസിനെ പർച്ചേസ് ചെയ്യുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് അടുത്ത പർപ്പസ്.
The company may purchase its own debentures for the investment. The debentures when purchased for the investment are called own debentures. Actually own debentures means വരുന്നത് കമ്പനി അവരുടെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് തിരിച്ചു വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബാങ്കുകളിൽ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അത് ചെയ്യുകയാണെങ്കിൽ ആ പറയുന്നൊരു ടേമാണ് ഓൺ ഡിബഞ്ചേഴ്സ്. അത് ചോദിക്കാറുണ്ട്, 2 മാർക്കിലൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഓൺ ഡിബഞ്ചേഴ്സ്? ഓക്കെ, കമ്പനി പർച്ചേസ് ചെയ്യുന്ന അവരുടെ സ്വന്തം ഷെയർസ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ്സ് എ കോൾഡ് ഓൺ ഡിബഞ്ചേഴ്സ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് 2 മെയിൻ പർപ്പസ് ആണുള്ളത്. ഒന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആൻഡ് സെക്കൻഡ് വാട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റിന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കാം. 2 പർപ്പസ് നമ്മൾ പറഞ്ഞു, ഒന്ന് ക്യാൻസലേഷൻ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് ദ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. വെൻ ദ ഡിബഞ്ചേഴ്സ് റെഡീമബിൾ അറ്റ് പാർ ആർ പർച്ചേസ്ഡ് അറ്റ് പാർ ഓർ ദ നോമിനൽ വാല്യൂ, അതായത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് പാറിലും റെഡീം ചെയ്യുന്നതും പാറിലാണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ, അതായത് 100 രൂപയുടെ ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 100 രൂപയ്ക്ക് തന്നെയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് എന്താണ്, സെയിം എമൗണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അടുത്ത കാറ്റഗറി വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് പാർ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ആൻഡ് റെഡീംഡ് അറ്റ് പ്രീമിയം, അതായത് കമ്പനി പർച്ചേസ് ചെയ്യുന്നത് പാറിലാണെങ്കിൽ അതിന് സെയിം എമൗണ്ടിൽ തന്നെ ആയിരിക്കാം, ബട്ട് റെഡീം ചെയ്യുന്നത് പ്രീമിയം. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആൻഡ് ടു ദ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇപ്പോൾ ഈ പറയുന്ന ഓരോ കണ്ടീഷൻസ് നമുക്ക് പ്രോബ്ലം വെച്ച് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ജസ്റ്റ് ആ എൻട്രീസുകളൊന്നും നിങ്ങൾ കവർ ചെയ്ത് പോവാണ്. അടുത്തത് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ ക്യാപിറ്റൽ റിസർവ്. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു കമ്പനി പ്രീമിയം. ഇറ്റ് അവാർഡ്സ് എ പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം ഓൺ റിഡംഷൻ, അതായത് റിഡംഷൻ പ്രീമിയത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഗെയിൻ, ദാറ്റ്സ് എ പ്രോഫിറ്റ് ആണ്. ഓക്കെ, ആ ഒരു പ്രോഫിറ്റ് വരുമ്പോഴുള്ള എമൗണ്ട് നമുക്ക് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ 2 എൻട്രികൾ വരുന്നത്. അതായത് വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് അല്ലെങ്കിൽ പാർ ഓർ നോമിനൽ വാല്യൂ റെഡീമബിൾ അറ്റ് പ്രീമിയം. അപ്പോൾ ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ടു ദ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇതാണ് അതിൻ്റെ എൻട്രി. ആൻഡ് ഫൈനലി ആ പ്രോഫിറ്റ് എമൗണ്ട്, അതായത് പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. വെൻ ദ ഡിബഞ്ചേഴ്സ് redeemable at a premium or purchased at a par or nominal value. X Limited had issued the 50,000 debentures of 100 each at par, redeemable at a 20% premium. The company purchased 5,000 debentures from the open market for the immediate cancellation at rupees 100 each just after the due date of the debenture interest. Pass the journal entries for the purchase of all debentures for the immediate cancellation. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇതിൽ പല കണ്ടീഷൻസും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷനാണ് ഈ പറയുന്നത് വെൻ ഡിബഞ്ചേഴ്സ് റെഡീമബിൾ അറ്റ് പ്രീമിയം ആർ പർച്ചേസ് അറ്റ് പാർ ഓർ നോമിനൽ വാല്യൂ. നമ്മൾ നേരത്തെ ഒരു ഇത് കണ്ടിരുന്നു, അതായത് റെഡീം ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും സെയിം എമൗണ്ട്, അതായത് പാറിൽ തന്നെയാണെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി ആയിരുന്നു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇത് ഫസ്റ്റ് കണ്ടീഷൻ. അടുത്തത് സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ഓരോ കണ്ടീഷൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നമ്മൾ ശ്രദ്ധിക്കാം. ഇതിൽ എത്ര ഷെയർസാണ് റെഡീം ചെയ്യുന്നത്? 50,000 ഡിബഞ്ചേഴ്സ് ₹100 റെഡീമബിൾ അറ്റ് 20% പ്രീമിയം. പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി അടുത്തത് ദ കമ്പനി പർച്ചേസ്ഡ് 5,000 ഡിബഞ്ചേഴ്സ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ് ഫോർ ദി ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ അറ്റ് ₹100. ഓക്കെ, അതായത്
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമിനൽ വാല്യൂ ആണോ അല്ലെങ്കിൽ സെയിം എമൗണ്ട് തന്നെയാണോ പർച്ചേസ് ചെയ്യണം നോക്കാം. സെയിം എമൗണ്ട് ആണ്. നിങ്ങൾക്ക് നേരത്തെ നോക്കി കാണാം 100 രൂപയുടെ ഷെയറാണ്, 100 രൂപയ്ക്ക് തന്നെ അത് പർച്ചേസ് ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷനാണ്, അതായത് റെഡിമോളറ്റ് പ്രീമിയമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് പാർ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? പ്രീമിയത്തിലാണ് നമ്മൾ റിഡംഷൻ ചെയ്യുന്ന ആ കണ്ടീഷൻ. ഓക്കെ. അടുത്തത് പർച്ചേസ് ചെയ്യുന്നത്, കമ്പനി പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്താണ്? 100 രൂപയ്ക്ക് തന്നെയാണ്, അതായത് സെയിം എമൗണ്ട്, അതായത് നോമിനൽ വാല്യൂ അല്ലെങ്കിൽ പാറിൽ തന്നെയാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ അത് ഏത് കണ്ടീഷനാണ്, ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ഏത് എമൗണ്ടിലാണ്, സെയിം എമൗണ്ടിലാണ്. ഇത് നോമിനൽ വാല്യൂ, നോമിനൽ വാല്യൂ ഇവിടെ വരെ എത്രയാണ്? 100 ആണ്. 100 റുപ്പീസിൽ തന്നെയാണോ അത് പർച്ചേസ് ചെയ്യുന്നത്, ഇനി അതിനേക്കാൾ ഡിസ്കൗണ്ടിലാണോ അല്ലെങ്കിൽ പ്രീമിയത്തിലാണോ, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്കതിൻ്റെ കണ്ടീഷൻ ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ എൻട്രിയിലേക്ക് കിടക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. റിസർവ്, കാരണം റിഡംഷനാണ്. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, റിസർവ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതിനായിട്ട് നമുക്ക് എത്രയാണ് എമൗണ്ട് നോക്കുക. എത്ര ഷെയർസാണുള്ളത്? പർച്ചേസ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 5000 ഷെയർസ്. എത്രയാണ് എമൗണ്ട് വരുന്നത്? ₹100. ഓക്കെ. അതുപോലെ തന്നെ എത്ര ഷെയർസാണ് ഇഷ്യൂ ചെയ്തിരിക്കണത് നമുക്ക് നോക്കണം. 50,000 ഷെയർസ് ഇൻറ്റു 100. ഓക്കെ. അപ്പോൾ എത്രയാണ് വരുന്നത്? 50 ലാക്കാണ് ടോട്ടൽ റിഡംഷൻ ചെയ്യാനായിട്ട് നമുക്കുള്ളത്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 5,000 ഷെയർസും ആൻഡ് ഒരു ഷെയറിൻ്റെ വാല്യൂ 100. അപ്പോൾ നമുക്കിതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് നമ്മൾ നോക്കേണ്ടത് എത്ര ഷെയർസാണ് പർച്ചേസ് ചെയ്ത് നോക്കാം. അതായത് 5,000 ഷെയർസ്. സോ 5,000 ഇൻറ്റു 100 ഇൻറ്റു ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര പെർസെൻറ്റേജാണ് വരിക? 15%. അങ്ങനെ നമുക്ക് 75,000 കിട്ടും. ഇനി അടുത്ത് റിസർവ് ക്രിയേറ്റ് ചെയ്യണം. റിസർവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഷെയർസ് എത്ര നോക്കാം. 50,000 ഷെയർസാണ്, 50,000 ഷെയർസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അതേ ഇൻറ്റു 100. അപ്പോൾ എത്രയായി? 50 ലാക്കായി. 50 ലാക്കിൻ്റെ 25%. ക്ലിയർ? അപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര ഷെയർസാണ് പർച്ചേസ് ചെയ്യണേ നോക്കുക. 5,000 ഷെയർസാണ്, ഒരു ഷെയറിൻ്റെ വാല്യൂ 100. അപ്പോൾ 5 ലാക്കിൻ്റെ 15%. റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫേസ് വാല്യൂ, അതായത് എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കണേ നോക്കുക. 50,000 ഷെയർസാണ്. സോ 50,000 ഇൻറ്റു 100, അതായത് 50 ലാക്കിൻ്റെ 25% റിസർവായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രി, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എൻട്രീസ് ആണ് ഈ രണ്ടെണ്ണം നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അതിൽ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ടിൽ നമുക്ക് നോമിനൽ വാല്യൂ എത്രയാണ്? നോമിനൽ വാല്യൂ വരുന്നത് 5,000 ആണ് അല്ലേ? 5,000 ഇൻറ്റു 100, 5 ലാക്ക്. അടുത്തത് പ്രീമിയം. പ്രീമിയം എത്ര പെർസെൻറ്റേജ് ആയിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 20% ആണ്. ഓക്കെ. അപ്പോൾ 20% പറയുമ്പോൾ എത്ര വരും എമൗണ്ട്? 1 ലാക്ക്. അതും റെക്കോർഡ് ചെയ്തു. ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടത് എത്ര എമൗണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. എത്ര രൂപയ്ക്കാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്? 5,000 ഷെയർസ്, ഒരു ഷെയറിൻ്റെ വാല്യൂ 100. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ലാക്ക്. അടുത്തത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഇതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് വാല്യൂ, അതായത് ഗെയിൻ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ ഗെയിൻ വരുന്നുണ്ട്, കാരണം പ്രീമിയത്തിലാണ് എന്ത് ചെയ്യുന്നത്? റിഡംഷൻ നടത്തുന്നത്. ഓക്കെ.
അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അടയ്ക്കേണ്ട, കാരണം സ്വന്തം ഷെയർസ് പർച്ചേസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പ്രീമിയം എമൗണ്ട് കമ്പനിയെ നോക്കുമ്പോൾ അവർക്കത് പ്രോഫിറ്റാണ്. ഓക്കെ, ആ പ്രോഫിറ്റ് എമൗണ്ട് എത്ര വരും? 1 lakh. ആ 1 lakh നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത്, അതായത് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ്റെ കണ്ടീഷൻസിൽ ഏതാണോ വരണേ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലും പർച്ചേസ് ചെയ്യുന്നത് പാറിൽ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ആണ്. അതായത് 100 rupees സെയിം എമൗണ്ട് തന്നെയാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടീഷൻസൊക്കെ നമുക്ക് ഓക്കെ. പിന്നെ അടുത്തത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര ഷെയർസാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 15%. റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എത്ര ഷെയർസാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് എത്രയാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ 50,000, അപ്പോൾ അതിൻ്റെ 50 lakhൻ്റെ 25%. അടുത്തത് നമ്മുടെ സാധാരണ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എൻട്രീസ്. ഓക്കെ, അപ്പോൾ അതിൽ ഡിബഞ്ചേഴ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരുന്നു? 5,000 into 100. പ്രീമിയത്തിൽ പ്രീമിയം വാല്യൂ അതായത് 5 lakhൻ്റെ 20%. ബാങ്കിലേക്ക് എത്ര എമൗണ്ടിന് പർച്ചേസ് ചെയ്ത് കാണിക്കുക. പർച്ചേസ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ തന്നിട്ടുണ്ട്, കണ്ടോ? 5,000 ഡിബഞ്ചേഴ്സ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ്. കമ്പനി പർച്ചേസ് ചെയ്യുന്നത് 5,000 ഡിബഞ്ചേഴ്സ് ആണ്. ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ 100. അപ്പോൾ അത് നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ബാങ്കിലേക്ക് എപ്പോഴും കൊടുക്കേണ്ടത് പർച്ചേസ് ചെയ്ത എമൗണ്ട് ആണ്. ദെൻ ഫൈനലി പ്രോഫിറ്റ്, അതായത് പ്രീമിയത്തിലുള്ള എമൗണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ്, ഗെയിൻ ആണ്. ഓക്കെ, ആ എമൗണ്ട് ആണ് പ്രോഫിറ്റിൽ കാണിക്കേണ്ടത്. ആ എമൗണ്ട് ഫൈനലി നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിട്ട് കാണിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്കിനി വേറെ കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രോബ്ലംസ് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും ചെക്ക് ചെയ്യാം. When debentures redeemable at par are purchased at a discount. ഓക്കെ, അതായത് റിഡംഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പാറിലും, ബട്ട് ഓൺ ഡിബഞ്ചേഴ്സ് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 100 രൂപയുടെ ഷെയർ അത് മാർക്കറ്റിൽ ചിലപ്പോൾ 95 rupeesനോ അല്ലെങ്കിൽ 90 വാങ്ങിക്കുകയാണെങ്കിൽ അതെന്താണ്? ഡിസ്കൗണ്ടിലാണ്, കുറച്ചാണ് അവർ വാങ്ങിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആ കണ്ടീഷൻ ആണെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് debentures account debit to bank account and to profit on redemption of debentures. Then profit ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീമിയം എമൗണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റാണ്. ഇവിടെയും ഡിസ്കൗണ്ട് കമ്പനിയെ നോക്കുമ്പോൾ അതും പ്രോഫിറ്റാണ്. എങ്ങനെയാണ്? കാരണം കുറഞ്ഞ വിലയ്ക്കാണ് അവരെന്ത് ചെയ്യുന്നത്? മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, കാരണം ഡിസ്കൗണ്ടിലാണ് അവർക്ക് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പനിയെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് കമ്പനിയുടെ പ്രോഫിറ്റാണ്. അതും ഇതേപോലെ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 50,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each റെഡീമബിൾ അറ്റ് പാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷനായി റെഡീമബിൾ അറ്റ് പാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് പർച്ചേസ് ചെയ്യുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. The company purchased 5,000 debentures from the open market for the immediate cancellation at just ₹95. അപ്പോൾ എന്ത് മനസ്സിലായി? ഡിസ്കൗണ്ടിലാണ്. കാരണം 100 രൂപയുടെ ഷെയർ അവർ വാങ്ങിക്കുന്നത് ഡിസ്കൗണ്ടിലാണ്, 95 രൂപയ്ക്കാണ്. 5 rupees is ഡിസ്കൗണ്ട്. അതാണ് ആ 5 rupees is a profit for the company. It's clear? അപ്പോൾ ഇത് നമ്മുടെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ഏതാണോ വരുന്നത് അതിൻ്റെ എൻട്രി നമുക്ക് എഴുതേണ്ട ആവശ്യകതയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൻ്റെ ജേണൽ എൻട്രിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ നമുക്ക് ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എത്ര ഷെയർസാണ് പർച്ചേസ് ചെയ്ത് നോക്കണം. എത്ര ഷെയർസാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? 5,000 ഡിബഞ്ചേഴ്സ്. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഷെയർസ് അല്ല, ഡിബഞ്ചേഴ്സ് ആണ്. 5,000. ഓക്കെ, 5,000 ഡിബഞ്ചേഴ്സ് എത്ര രൂപയ്ക്കാണ്? ശരിക്കും ആക്ച്വൽ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 100 ഓക്കെ, 5,000 into 100 means 5 lakh. സോ 5 lakhൻ്റെ
15%. 5 lakhിൻ്റെ 15% എന്ന് പറയുമ്പോൾ 75,000. ഓക്കെ, അടുത്ത് റിസർവ് ക്രിയേറ്റ് ചെയ്യണം. റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ മേലാണ്? ഫേസ് വാല്യൂ. ദാറ്റ്സ് നമ്മൾ എത്ര ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 50,000. ഒരു ഷെയറിൻ്റെ വാല്യൂ 100. സോ 50 lakhിൻ്റെ 25%. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ കണ്ടീഷൻ അനുസരിച്ചുള്ള എൻട്രീസ് ആണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്, അതിലേത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? നോമിനൽ വാല്യൂ. നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 5 lakh ആണ്. ജസ്റ്റ് ഒരു 0 ഇവിടെ മിസ്സായി പോയിട്ടുണ്ട്. 5 lakh ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ബാങ്കിലേക്ക് പർച്ചേസ് ചെയ്ത എമൗണ്ട്. ഇത് എത്ര എമൗണ്ടാണ് പർച്ചേസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. എത്ര എമൗണ്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? 95. എത്ര ഷെയർസ്? 5,000. സോ 5,000 ഇൻറ്റു 95. ഓക്കെ, പർച്ചേസ് ചെയ്ത എമൗണ്ട് ആണ് ബാങ്കിലേക്ക് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. ഇപ്പോൾ 95 രൂപയ്ക്കാണെങ്കിൽ 95, 100 രൂപയ്ക്കാണെങ്കിൽ 100, അല്ലെങ്കിൽ 110 110. എത്ര എമൗണ്ട് ആണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതാണ് ബാങ്കിലേക്ക് എപ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ബാങ്കിലേക്ക് പ്രൊവൈഡ് ചെയ്തു. 4,75,000. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. എത്ര എമൗണ്ട് ആണ് പ്രോഫിറ്റ് നോക്കണം. എത്ര എമൗണ്ട് ആണ്? 25,000. എങ്ങനെയാണ്? കാരണം 95 രൂപ, അതായത് 100 രൂപയുടെ ഷെയർ 95 രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതായത് ₹5. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. 5,000 ഇൻറ്റു 5, അങ്ങനെ 25,000. കാരണം ഡിഫറൻസ് 100 മൈനസ് 95, ₹5. സോ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രോഫിറ്റ് എമൗണ്ട് കിട്ടി. ദെൻ അത് ക്യാപിറ്റൽ റിസർവിലേക്ക്, അതായത് 25,000 ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു ഏകദേശം ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, നമ്മൾ കണ്ടീഷൻ ഏതാണോ വരുന്നത് അത് ചെക്ക് ചെയ്യുക. ദെൻ അതിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രീസും റെക്കോർഡ് ചെയ്യുക. അടുത്തൊരു കണ്ടീഷനും കൂടിയാണ്, when the debentures redeemable at a premium are purchased less than nominal value on the due date of interest. ഓക്കെ, അപ്പോൾ ഇതിൽ പർച്ചേസ് ചെയ്യുന്നത് ലെസ് ദാൻ നോമിനൽ വാല്യൂ, ദാറ്റ് മീൻസ് ഡിസ്കൗണ്ടിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, കാരണം നോമിനൽ വാല്യൂ 100 rupees, ലെസ് ദാൻ 95 or 90 പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ട് അല്ലേ, കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിൽ. അങ്ങനെ വരുമ്പോൾ എൻട്രി നമുക്ക് നോക്കാം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്, premium on redemption of debentures account debit to bank account and profit on redemption of debentures. Then profit to be transferred to the capital reserve. ഇവിടെ പ്രോഫിറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡിസ്കൗണ്ടിൻ്റെ പ്രോഫിറ്റ്, കാരണം ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണെങ്കിൽ അതേ പ്ലസ് പ്രീമിയത്തിൻ്റെ എമൗണ്ട്, ഈ രണ്ടും കൂടിയും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ കമ്പനിക്ക് വരുന്ന പ്രോഫിറ്റ്. അതെങ്ങനെയാണെന്ന് നമുക്കിനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആക്കാം. On the 1st April 2018, AL Limited had issued the 5,000 debentures of ₹100 each at a par. These debentures are redeemed at a premium of 10%. Out of these debentures of the face value of 1 lakh are to be redeemed every year commencing from the 31st March 2020, either by the purchase in the open market or by the drawing of lots. The company created DRR and invested the required amount as per law. On 31st March 2020, the company purchased debentures of the face value of ₹1 lakh at 85 each for the immediate cancellation. Give the journal entries for the redemption of debentures during the year 2019 and 20. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഏത് കണ്ടീഷനാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം ആദ്യം. ഓക്കെ, ഇതിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പാറിലാണ്, റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിൽ. അടുത്തത് പർച്ചേസ് ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എത്രയാണ്? 85-നാണ്. കാരണം 100 രൂപയുടെ ഷെയർ 85 rupees-ആണ്, ദാറ്റ്സ് എ ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഏതാണെന്ന് ക്ലിയർ ആയി. ഇനി അടുത്തത് എത്ര എമൗണ്ട്, എത്ര ഷെയർസ് നമുക്ക് നോക്കണം. അപ്പോൾ ഇതിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 5,000 ഡിബഞ്ചേഴ്സ് ആണ്. സോ 5,000 ഇൻറ്റു 100. ഓക്കെ, 5 lakh ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്.
ഇനി അടുത്തത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ, അതായത് 1 lakh എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാ വർഷവും കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, ലോട്ടറി മെത്തേഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? കാരണം 1 lakh, അപ്പോൾ അതായത് 5 lakhൻ്റെ 5 lakhന് 5 വർഷമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരു വർഷത്തിൽ ഓരോ ലക്ഷം വെച്ചാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ജേണൽ എൻട്രീസിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര എമൗണ്ട് ആണ് കൊടുക്കണമെന്ന് നമുക്ക് നോക്കണം. 1 lakh ആണ്. സോ 1 lakhൻ്റെ 15%. അടുത്തത് റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എത്ര ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എത്ര ഷെയർസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, 5,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 5,000 × 100. ഓക്കെ, അപ്പോൾ 5 lakh ആണ്. സോ 5 lakhൻ്റെ 25% റിസർവായിട്ട് ക്രിയേറ്റ് ചെയ്തു. അടുത്ത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള എൻട്രീസ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇതിൽ ഡിബഞ്ചേഴ്സിൽ കാണിക്കേണ്ടത് എന്താണ്, നോമിനൽ വാല്യൂ. ഓക്കെ, അതെല്ലാത്തിലും സെയിം തന്നെയാണ്. ഡിബഞ്ചേഴ്സിൽ എപ്പോഴും നോമിനൽ വാല്യൂ. നോമിനൽ വാല്യൂ എത്രയാണ്, ഇത് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് അല്ലേ. അപ്പോൾ എത്ര പറഞ്ഞിരിക്കുന്നത്, ഓരോ വർഷവും എവറി ഇയറിൽ 1 lakh വെച്ചാണ്. സോ 1 lakh ആണ് ഇവിടുത്തെ വരുന്നത് നോമിനൽ വാല്യൂ. അടുത്തത് പ്രീമിയം. എത്രയായിരുന്നു പ്രീമിയം പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ്, പ്രീമിയം ഓഫ് 10%. സോ 1 lakhൻ്റെ 10% നോക്കുക. അപ്പോൾ എത്ര വരും, 10,000. അപ്പോൾ നമ്മൾ പ്രീമിയത്തിൽ കാണിച്ചു. ഇനി അടുത്തത് ബാങ്കിലേക്ക് പർച്ചേസ് ചെയ്ത എമൗണ്ട്. ഓക്കെ, പർച്ചേസ് ചെയ്ത എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 85 ആണ്. അപ്പോൾ നമുക്കിതിൽ നമ്പർ ഓഫ് ഷെയർസ് പറഞ്ഞിട്ടില്ല, എത്ര 1 lakh എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷെയറിൻ്റെ വാല്യൂ 100 അല്ല. സോ 1 lakh ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് 10,000 ഷെയർസാണ് വരുന്നത്. ഓക്കെ, 10,000 ഷെയർസ് ജസ്റ്റ് നമ്മൾ 1 lakh ഡിവൈഡ് ബൈ 100 നോമിനൽ വാല്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഷെയർസ് ആണ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 10,000 ആണ്. അപ്പോൾ എത്ര ഷെയർസ്, എത്ര രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, 85. സോ 10,000 × 85. അപ്പോൾ എത്ര വരും, 85,000 ആണ് പർച്ചേസ് ചെയ്ത എമൗണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തത് ശ്രദ്ധിക്കണം, ഇവിടെ വരുന്ന പ്രോഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രീമിയം പ്ലസ് ദെൻ ഡിസ്കൗണ്ട് വാല്യൂ. അപ്പോൾ ഇതിൽ ഡിസ്കൗണ്ട് എത്രയായിരുന്നു എമൗണ്ട് വന്നത്, കാരണം 100 രൂപയുടെ ഷെയർ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചെന്ന്, 85. അപ്പോൾ എത്രയാണ് ഡിഫറൻസ് വരുന്നത്, ₹50. ഓക്കെ, അപ്പോൾ 10,000 × 15 എന്ന് പറയുമ്പോൾ എത്ര വരും, 15,000. ഓക്കെ, പ്ലസ് പ്രീമിയം എത്രയായിരുന്നു, 10,000. അങ്ങനെ 10,000 ആഡ് ചെയ്യാം. അപ്പം നമുക്ക് എത്ര ടോട്ടൽ വരും, 25,000. ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഇതിൽ വരുന്ന പ്രോഫിറ്റ് എമൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്കൗണ്ട് പ്ലസ് പ്രീമിയം. ഡിസ്കൗണ്ട് എത്ര എമൗണ്ടാണ് നമുക്ക് നോക്കുക. അപ്പോൾ 15 രൂപയാണ് കമ്പനിയുടെ ഡിസ്കൗണ്ട് എമൗണ്ട്. കാരണം 100 രൂപയുടെ ഉണ്ടായിരുന്ന ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 85 റുപ്പീസിനാണ്. അപ്പോൾ ആ ഡിഫറൻസ് എത്ര നോക്കുക. അപ്പോൾ 15 രൂപയാണ് വരുന്ന ഡിഫറൻസ്. ഓക്കെ, അത് നമ്മൾ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ്, അതായത് 10,000 × 15. അപ്പോൾ 15,000 കിട്ടി. പ്ലസ് ഡിസ്കൗണ്ട് പ്രീമിയം എമൗണ്ട്, അതായത് 10,000, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 25,000. ആ 25,000 ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എൻട്രികൾ എഴുതാം. ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, റിസർവ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ബാക്കി നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള എൻട്രീസ്. ഇനി നമുക്കൊരു 2-3 കണ്ടീഷൻസ് കൂടി ഇനി വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതിൻ്റെ ഡിസ്കസ് ചെയ്യാം. ഈസിയാണ്, നിങ്ങൾക്ക് കൊണ്ട് കാണുമ്പോൾ കുറേ ഡൗട്ട്സ് വരും. ബട്ട് നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഒന്നും കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അതിന് കറക്റ്റാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ്റെ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്ന മെത്തേഡ്
ഈസി ആയിട്ട് തന്നെ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ചും കൂടി കണ്ടീഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്.